അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് കൊച്ചിയിലെ നമ്മുടെ ബോൾഗാട്ടി പാലസ് കാണാമെന്ന് കരുതി പോയതാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അവസ്ഥ മനസ്സിലായത്. ബോൾഗാട്ടി പാലസ് ഇപ്പോൾ ആൾക്കാരെ അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട്, അങ്ങനെ കയറ്റി വിടാറില്ല. ഇപ്പം അവിടെ ഫംഗ്ഷനുകൾ, കല്യാണങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ഫോട്ടോഷൂട്ടുകൾ ഒക്കെ അതിനുവേണ്ടിയൊക്കെ ഇപ്പം വാടകയ്ക്ക് കൊടുക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുക. അപ്പോൾ ആൾക്കാരെ കയറ്റി വിടാറില്ല. അപ്പോൾ ഇന്നപ്പോഴേ മനോരമ കാഴ്ചയുണ്ട്, അതങ്ങ് പകർത്തി. അപ്പോഴാണ് കരുതി എന്നാൽ പിന്നെ നമുക്ക് പുതുവൈപ്പിൻ ബീച്ചിലേക്ക് പോകുന്ന ഉടനെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഊബർ കിട്ടി. ആ ഊബറിന് കയറി നമ്മൾ പുതുവൈപ്പിൻ ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്നത് ഇത് ഗോശ്രീ പാലമാണ്. ഗോശ്രീ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് നമ്മുടെ വല്ലാർപാടം, പുതുവൈപ്പിൻ, അതുപോലെ ബോൾഗാട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊന്നും യാത്രാമാർഗ്ഗമില്ല. അന്നുണ്ടായിരുന്ന മൊത്തവും ഈ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെയാണ് കായൽ ക്രോസ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഗോശ്രീ പാലങ്ങൾക്ക് മുമ്പ് 3 പാലം പണിയുകയും അങ്ങനെ ഇത്തരം ദ്വീപുകളിലേക്കുള്ള യാത്ര സുഗമമാവുകയും ചെയ്തു. അതുപോലെ ഈ കണ്ടെയ്നർ ടെർമിനലൊക്കെ വരികയും അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നാട് നല്ലോണം ഇത് വികസിക്കുകയും ചെയ്തു. ദ്വീപുകൾ തമ്മിൽ എറണാകുളവും ഈ ദ്വീപുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ആ റോഡാണ്, ആ സൈഡ് തന്നെയാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കാണാം ഈ ലോറികൾ, കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള ലോറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ഗോശ്രീ പാലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ട്. കുറ്റം കണ്ടെയ്നറുമായിട്ട് ലോറികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. മനോഹരമായൊരു പാലമാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു ഏരിയ കൂടിയാണിത്. കായലിൻ്റെ സൈഡായതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്. അധികം തിരക്ക്, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കില്ലായിരുന്നു. ഈ പോകുന്ന വഴി തന്നെ കണ്ടാണ് കുറേ ബോട്ടുകൾ. ഈ മറ്റ് ചെറിയ ഹോട്ടലുകളും റിസോർട്ടുകളുടെയൊക്കെ യാത്രാ ബോട്ടുകളാണ്. എല്ലാം ഒരേ പെയിൻ്റ് അടിച്ച് ഒരേപോലുള്ള ബോട്ടുകൾ. അത് നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പുതുവൈപ്പിന് തിരിഞ്ഞ് പോകുന്നത് ഇവിടുന്നാണ്. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞ് നമ്മൾ നേരെ പുതുവൈപ്പിലേക്ക് ബീച്ചിലേക്കുള്ള വഴിയിലേക്ക് പോവുകയാണ്. ഇതൊരു കണ്ടെയ്നർ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബീച്ചിനടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല പച്ചപ്പാണ്. വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ലഭ്യത ഒരുപാടുള്ള സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് കായലേരിയ ആയതുകൊണ്ട് നല്ല പച്ചപ്പാണ്, മരങ്ങൾക്കെല്ലാം. ഈ കാണുന്ന ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കൊച്ചിയുടെ തന്നെ ഒരു ലാൻഡ്മാർക്കാണെന്ന് പറയാം. 46 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ലൈറ്റ് 28 നോട്ടിക്കൽ മൈൽ ദൂരം കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലൈറ്റ് പണ്ട് അറേബ്യൻ സീയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഷിപ്പുകൾക്കും അതുപോലുള്ള ഇതിനെല്ലാം ദിശ കാണിച്ചു കൊടുത്ത ലൈറ്റ് ഹൗസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ പുതുവൈപ്പിൻ ബീച്ചിലേക്ക് കയറി. വലിയ ആൾത്തിരക്കൊന്നുമില്ല, ഉച്ചയ്ക്കാണ് നമ്മൾ വന്നത്, ആൾത്തിരക്കൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആരുമില്ലാത്തൊരു ബീച്ച്. ഞങ്ങളൊരു 3 പേരേ ഇവിടെ ഉള്ളൂ. പുതുവൈപ്പിൻ ബീച്ച്. പകലൊന്നും അധികം ആൾ കാണില്ല. ഈവനിങ് രാത്രിയൊക്കെയാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നതാണ്. പുറത്ത് വെള്ളം കുടിക്കാനായിട്ട് റോഡിൽ കടയിൽ കയറിയപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞ എങ്ങനെയാണ് രാത്രി ഈവനിങ്ങിലൊക്കെയാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നതെന്നാണ് അറിയാം. മഴക്കാല കാലാവസ്ഥ ശരിയില്ലാത്ത കാരണം കടൽ ഭയങ്കരമായിട്ട് പ്രക്ഷുബ്ധമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നാണ് ഇച്ചിരി വെയിലുണ്ടായത്. ഇത്രയും ദിവസം മഴയായിരുന്നു. അപ്പോൾ ഈ തിരമാലകൾ ഇവിടം വരെ ഇത്തിരി മുൻപിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരുപാട് മുൻപിലേക്ക് തന്നെ കയറി വരാറുണ്ട്. ഇതിൻ്റെയാണ് ഈ പോളച്ചെടികളുടെയും പോളപ്പയലിൻ്റെയും അപ്പോഴുള്ള മരക്കഷ്ണങ്ങൾ, മറ്റു തിരകൾ ഇവിടം വരെ ഒരുപാട് ഈ മേലുവരേക്കും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് വേസ്റ്റുകൾ. പുറത്ത് കയറി വരുന്നൊരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അവിടെ പോലീസിൻ്റെ മുന്നറിയിപ്പ് കൂടെയൊക്കെ ഉണ്ട്, ആരും വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ. അപ്പോൾ അധികം ഞങ്ങളവിടെ നിൽക്കാതെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഇവിടെ നല്ല പച്ചപ്പും നല്ല ചെറിയ തടാകം പോലെ കിടപ്പുണ്ട്, നീരൊഴുക്കുണ്ട്. അവിടെ ആൾക്കാർ, നാട്ടുകാരിവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉടപ്പലയൊക്കെ ഇട്ടിട്ടുണ്ട് മീനെ പിടിക്കാനായിട്ട്. പിന്നെ ഇവിടെ മൊത്തം ഈ ചെടികളാണ്, നമ്മുടെ ഈ കമ്മട്ടി ചെടികൾ. എനിക്കറിയില്ല ഈ ചെടികളുടെ പേരെന്താണ്. ഈ എറണാകുളം കൊച്ചി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ചെടികളാണ് കൂടുതലായിട്ടും ഉള്ളത്. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. കമ്മട്ടിച്ചെടികളാണ് എറണാകുളത്ത് കൂടുതലും. എറണാകുളം കൊച്ചി കമ്മട്ടിച്ചെടികളാണെന്ന് തോന്നുന്നു കൂടുതൽ. അപ്പോൾ ഈ ചെടികളുടെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇതെന്ത് ചെടിയാണെന്നുള്ളത്. എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.